പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ജാനുവരി മാസം 27-ാം തീയതി ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനോട് നന്ദി പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം കഴിഞ്ഞ പകൽക്കാലം നല്ല കർത്താവ് നമ്മളെ കൈപിടിച്ച് നടത്തിയത് ഓർത്ത് കർത്താവിന് സ്തോത്രം പറയാം. സ്തോത്രം 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 സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നത് ഓർത്ത് സ്തോത്രം പറയാം. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയത് ഓർത്ത് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന്, ക്രിസ്തുയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന നമ്മുടെ പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്താട്ടെ. ആരും മൗനമായിരിക്കാതെ എല്ലാവരും സന്തോഷത്തോടെ കർത്താവിനോട് നന്ദി പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. അങ്ങ് കരുണയും കൃപയും ദീർഘക്ഷമയുമുള്ള പിതാവാകുന്നു. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പിതാവെ, അങ്ങേക്ക് ഞങ്ങൾ മഹത്വം കരയേറ്റുന്നു. അങ്ങേക്ക് ഞങ്ങളോടുള്ള സ്നേഹം വലുതാകിയാൽ സ്തോത്രം. ആകാശം ഭൂമിക്കുമേത് ഉയർന്നിരിക്കുന്നത് പോലെ ഞങ്ങളുടെ അപ്പന് ഞങ്ങളോടുള്ള ദയ വലുതാകിയാൽ സ്തോത്രം. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അങ്ങയുടെ വിശ്വസ്തത ഞങ്ങളോടുള്ളത് വലുതാകിയാൽ സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രയാഗം അർപ്പിക്കുന്നു. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. യേശുവ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവാത്മാവേ, അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ കൂടെ ഉള്ളതിന് സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ ഉള്ളിൽ വാസം ചെയ്യുന്നതിന് നന്ദി. അങ്ങ് ഞങ്ങളിലൂടെ ഒഴുകുന്നതിന് നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നന്ദി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നന്ദി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിൽ നന്മയുണ്ടാകട്ടെ. ദൈവിക ഇടപെടലുകൾ ഇന്നത്തെ പകൽക്കാലം ഉണ്ടാകട്ടെ. ഈ 27-ാം തീയതി പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ദൈവിക വിടുതലുകൾ സംഭവിക്കട്ടെ. ദൈവിക വീരപ്രവൃത്തികൾ ഇന്നത്തെ പകൽക്കാലം സംഭവിക്കട്ടെ. അങ്ങയുടെ അത്ഭുതം കാണുവാൻ അങ്ങിട വരുത്തിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ, 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചതുപോലെ ഇന്ന് തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ചില വർധനവിൻ്റെ അത്ഭുതങ്ങൾ നടക്കട്ടെ. വർധനവിൻ്റെ അത്ഭുതങ്ങൾ നടക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു ഡിവൈൻ ഇൻക്രീസ് ഇന്നത്തെ പകൽക്കാലം തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. വലിയ വർധനവ്. വിധവയുടെ എണ്ണ വർദ്ധിച്ചു പോയതുപോലെ ഇന്ന് പ്രഭാതത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ദൈവിക നന്മകൾ വർദ്ധിക്കുന്ന ഒരു 27-ാം തീയതിയായി മാറട്ടെ. ദൈവിക സമാധാനം വർദ്ധിക്കുന്ന ഒരു ദിവസമായി മാറട്ടെ. ആരോഗ്യം വർദ്ധിക്കുന്ന ദിവസമായി മാറട്ടെ. സമ്പത്ത് വർദ്ധിക്കുന്ന ദിവസമായി മാറട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ ദിവസത്തെ അനുഗ്രഹിക്കുന്നു. ഇതൊരു വർധനവിൻ്റെ പ്രഭാതമെന്ന് ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു. പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ തരത്തിലുള്ള രോഗശക്തികളും യേശുവിൻ നാമത്തിൽ വിട്ടുപോട്ടെ. എല്ലാ തരത്തിലുള്ള രോഗശക്തികളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോട്ടെ. ആമേൻ. ഞാൻ ഈ ശബ്ദം കേൾക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളെ നോക്കി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആരോഗ്യത്തെ ഡിക്ലെയർ ചെയ്യുന്നു. ആമേൻ ആമേൻ ആമേൻ. യങ് വൈബ്രന്റ് ഹെൽത്തി ആയി തീരട്ടെ. യങ് വൈബ്രന്റ് ഹെൽത്തി ആയി തീരട്ടെ. യങ് വൈബ്രന്റ് ഹെൽത്തി ആയി തീരട്ടെ. കർത്താവെ, അതുപോലെ ലോകമെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കുന്നു. കർത്താവ് മാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം. അതുപോലെ ഇന്നലത്തെ മീറ്റിങ്ങിനെ കർത്താവ് അനുഗ്രഹിച്ചതിന് സ്തോത്രം. അതേ കർത്താവെ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുവാൻ അങ്ങ് ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരുന്നതിന് സ്തോത്രം ചെയ്യുന്നു. നാളത്തെ മീറ്റിങ്ങിനായിട്ടും ഞങ്ങൾ സ്തോത്രം പറയുന്നു. കർത്താവ് തക്ക സമയത്ത് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് തരുന്നതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. കരങ്ങളെ ഉയർത്തി ആമേൻ പറഞ്ഞേ. ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നലത്തെ മീറ്റിങ്ങിൽ പങ്കെടുത്ത എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. നാളെ കർത്താവ് അനുവദിച്ചാൽ ഇന്ത്യൻ സമയം 9:30 നമുക്ക് വീണ്ടും മീറ്റിംഗ് ഉണ്ടാകും. പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ പങ്കെടുക്കണം. അതുമാത്രമല്ല, കർത്താവിൻ്റെ ഹിതമായാൽ അടുത്ത ഫെബ്രുവരി മാസം 1, 2, 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നമ്മൾ
ക്രമീകരിക്കുന്നു. പ്രാർത്ഥിക്കുക. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും കർത്താവ് ഇടവരുത്തട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ആമേൻ. ശ്രദ്ധിച്ച ഇന്ന് പ്രഭാതത്തിൽ 2 പത്രോസിൻ്റെ ലേഖനം അതിൻ്റെ 3-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവീൻ. അപ്പോൾ വളരുവാനുള്ള ഒരു വലിയ ദൗത്യം പരിശുദ്ധാത്മാവ് നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുക. ആമേൻ. അതായത് ഒരു വിശ്വാസിയായ ഒരു ദൈവ പൈതലിൻ്റെ ആത്മീക വളർച്ചയുടെ പ്രധാനമായ ഭാഗം വിശ്വാസി തന്നെ ചെയ്യണം. അതായത് ഞാൻ ആത്മീകമായി വളരണമെങ്കിൽ, ഞാൻ ക്രിസ്തുവിൽ ശക്തി പ്രാപിച്ചു മുന്നേറണമെങ്കിൽ എന്നിലുള്ള ദൈവത്തിൻ്റെ കൃപയും എന്നിലുള്ള ദൈവത്തിൻ്റെ പരിജ്ഞാനമൊക്കെ വളരുവാൻ ഞാൻ ചെയ്യേണ്ടത് ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് വളരാൻ പറ്റത്തുള്ളൂ. പല ദൈവമക്കളും വീണ്ടും ജന്മം പ്രാപിച്ചിട്ട് വളർച്ച പ്രാപിക്കാതെ ശൈശവ പ്രായത്തിൽ തന്നെ ഇരിക്കുക, കുഞ്ഞുങ്ങളെപ്പോലെ തന്നെ ഇരിക്കുക. അങ്ങനെ ആകരുത്. വളരുവാൻ നമ്മൾ ആഗ്രഹിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. അവൻ ശക്തി പ്രാപിക്കണം, വളരണം. നമുക്കൊരാഗ്രഹം ഉണ്ടാകണം, എനിക്ക് ക്രിസ്തുവിൽ വളരണം, എനിക്ക് ശക്തി പ്രാപിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ജയകരമായി പോകാൻ കഴിയത്തുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് വിശ്വാസി എന്നുള്ള പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളെക്കൊണ്ട് പ്രത്യേകിച്ച് കാര്യമായ പ്രയോജനങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഇന്ന് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതി നമ്മളെ ഓർപ്പിക്കുകയാണ്, അവൻ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം, കൃപയിലും യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും എന്ത് ചെയ്യണം? വളരണം. കരമുയർത്തി പറ, എനിക്ക് വളരണം. അപ്പോൾ ഒരാൾക്ക് വളരണമെന്ന് ആഗ്രഹം ഉണ്ടാകണം. 1. 2, വളരാനുള്ള സ്റ്റെപ്പ് എടുത്ത് വെക്കണം. എന്താണ്? ഭക്ഷണം കഴിക്കണം, കറക്റ്റ് ഫുഡ് കഴിക്കണം. ഇതുപോലെ ദൈവവചനം കറക്റ്റായിട്ട് ഭക്ഷിക്കണം. സിസ്റ്റമാറ്റിക്കായിട്ട് ദൈവവചനത്തെ നമ്മൾ ഭക്ഷിക്കണം. നമ്മൾ വെറുതെ വചനം വായിച്ചു വിട്ടാൽ പോരാ. വചനം ക്ലിയറായിട്ട് ഇരുന്ന് ധ്യാനിച്ച് അത് നമ്മുടെ ആത്മാവിൽ നമ്മൾ ആ വചനത്തെ സ്വീകരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് വളരുവാൻ കഴിയുകയുള്ളൂ. അടുത്തത് ഭക്ഷണം മാത്രം കഴിച്ചാൽ പോരാ, എക്സസൈസ് ചെയ്യണം. എങ്ങനെയാണ് എക്സസൈസ് ചെയ്യുന്നത്? എക്സസൈസ് ചെയ്യാൻ നമുക്ക് സ്വന്തമായിട്ട് താല്പര്യം ഉണ്ടാകണം. എങ്കിലേ നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രാർത്ഥന ഒരു എക്സസൈസാണ്, പ്രൊക്ലമേഷൻസ് ഒരു എക്സസൈസാണ്, ഫെയ്ത്തിൽ ഡിക്ലെയർ ചെയ്യുന്നത് എന്താണ്? എക്സസൈസാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ദൈവിക കാര്യങ്ങളിൽ ഇൻവോൾവ് ആകുന്നതും എല്ലാം ഒരു സ്പിരിച്വൽ എക്സസൈസാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചെയ്യുമ്പോഴാണ് ഒരു ആത്മീയൻ അല്ലെങ്കിൽ ഒരു വിശ്വാസിയായ ഒരു സാധാരണ വിശ്വാസി ഒരു അസാധാരണ വിശ്വാസിയായി മാറുന്നത്. അല്ലെങ്കിൽ നമ്മളെന്നും ആരായിട്ട് ജീവിക്കും? ഒരു സാധാരണ വിശ്വാസിയായിട്ട് ജീവിക്കും. നിങ്ങളുടെ ആഗ്രഹം എന്താണ്? സാധാരണ വിശ്വാസിയായിട്ട് ജീവിക്കണോ? ഒരു അസാധാരണ വിശ്വാസിയായി ജീവിക്കണോ? അസാധാരണ വിശ്വാസിയായി ജീവിക്കണമെങ്കിൽ നമ്മൾ പരിശ്രമിച്ചാലേ പറ്റുള്ളൂ. അതിനാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത്. അതിനാണ് സഭയ്ക്കകത്ത് ശുശ്രൂഷകന്മാരെ തന്നിരിക്കുന്നത്. അവർ കോച്ച്, അവർ ട്രെയിനേഴ്സ്, അവർ നമ്മളെ ട്രെയിൻ ചെയ്യും. അവർ നമുക്ക് വചനം പറഞ്ഞു തരും. അവർ നമ്മളോട് പറയും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറയും. പക്ഷേ ചെയ്യേണ്ട ജോലി നമുക്കുള്ളതാണ്, ഉത്തരവാദിത്വം നമുക്കാണ്. ആ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കുന്നുവെങ്കിൽ നമുക്ക് ക്രിസ്തുവിൽ വളരുവാൻ സാധിക്കും, നമുക്കൊരു അത്ഭുതമാകാൻ മാറും. അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നിശ്ചയമായിട്ട് ഒരു തീരുമാനമെടുക്കുക. എനിക്ക് ക്രിസ്തുവിൽ വളരണം. എനിക്ക് ക്രിസ്തുവിൽ എന്താകണം? എനിക്ക് വളരണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സ്വയമേ തീരുമാനമെടുക്കണം. എന്നിട്ട് അതിനൊരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഒരു ലൈഫ്, പ്രെയർ ലൈഫ്, വേർഡ് ലൈഫ്, വചനം വായിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിൽ വളരുവാനും നിങ്ങൾ ഒരു ഇൻഫ്ലുവൻഷ്യലായി മാറുവാനും നിങ്ങൾ ഇമ്പാക്റ്റ് ആകാനും നിങ്ങൾ അനേകർക്ക് അനുഗ്രഹമായി തീരുവാനും ഇടവരും കേട്ടോ. കർത്താവ് നിങ്ങളെ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവൻ നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. നമ്മുടെ പാനപാത്രം നിറഞ്ഞു കവിയും. നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. അതുമാത്രമല്ല, നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. We are blessed. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.